ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഇന്ന് ചേരും. രാജ്യത്തെ അണുവായുധ സമിതിയുടെ നിയന്ത്രണമുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗവും ഇന്ന് ചേരും. ഇന്ത്യൻ സിനിമകളും പരസ്യങ്ങളും പ്രദർശിപ്പിക്കുന്നത് പാകിസ്ഥാൻ നിരോധിച്ചു. ഞങ്ങൾ നിങ്ങളെ ഞെട്ടിക്കും, അതിനായി കാത്തിരിക്കൂ. പാകിസ്ഥാന്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യക്കെതിരെ അണ്വായുധ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള പാക് സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് രണ്ട് പ്രധാന യോഗങ്ങൾ ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുന്നത്. സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ബാലാകോട്ട് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കും. ആക്രമണത്തെ രാജ്യാന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇതിനായി പ്രത്യേക മന്ത്രിതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക രാജ്യാന്തര മാധ്യമങ്ങളെ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷമാകും ആണവായുധങ്ങളുടെ നിയന്ത്രണമുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം ചേരുക. ഈ യോഗത്തിനും പ്രധാനമന്ത്രി അധ്യക്ഷനാകും. പാകിസ്ഥാൻ അണ്വായുധം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ഉൾക്കൊള്ളുന്നത് നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ്. അതേസമയം ആണവ നീക്കം ഉണ്ടാകാനിടയില്ലെന്നാണ് സൂചന. ഇന്ത്യയോടുള്ള പ്രതിഷേധ പ്രകടനമായാണ് സിനിമയ്ക്കും പരസ്യങ്ങൾക്കുമുള്ള പാകിസ്ഥാന്റെ നിരോധനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.